നമുക്ക് ഇനി എടുക്കാനുള്ളത് ആസിഡ് പ്രോപ്പർട്ടീസ് ഇൻ DBMS. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ എന്താന്ന് പറഞ്ഞു. എന്തായിരുന്നു ട്രാൻസാക്ഷൻ? ഒരു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് എ സിംഗിൾ ലോജിക്കൽ യൂണിറ്റ് ഓഫ് വർക്ക് വിച്ച് ആക്സസ് ആൻഡ് പോസിബിളി മോഡിഫൈസ് ദ കണ്ടന്റ് ഓഫ് എ ഡാറ്റാബേസ്. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ആണ് ദാറ്റ് പെർഫോംസ് എ സെറ്റ് ഓഫ് ടാസ്ക്. ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡാറ്റാബേസിന്റെ കണ്ടന്റിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഓപ്പറേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ട്രാൻസാക്ഷൻ ആക്സസ് ഡാറ്റ യൂസിങ് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു കേസ് നമ്മൾ പറഞ്ഞു. എന്താ കൺസിസ്റ്റൻസി? കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന്റെ മുന്നേയും അതേപോലെ തന്നെ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും എന്താവണം? കൺസിസ്റ്റന്റ് ആവണം. അത് സെയിം ആയിട്ട് തന്നെ നിൽക്കണം. അതിനാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസി പ്രോപ്പർട്ടി നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസിനെ ചില പ്രോപ്പർട്ടീസിനെ നമ്മൾ ഫോളോ ചെയ്യും. Okay, in order to maintain the consistency in database before or after transaction, certain properties are followed. These properties are called acid properties. ഇങ്ങനെ ഫോളോ ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെ പറയുന്ന പേരാണ് ആസിഡ് പ്രോപ്പർട്ടി. ഓക്കെ, ആസിഡ് പ്രോപ്പർട്ടീസ് അതിലെ ഓരോന്നും ACID ഓരോന്നും ഓരോ അബ്രിവിയേഷൻ ആണ്. എ എന്ന് പറഞ്ഞാൽ അറ്റോമിസിറ്റി, സി എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി, ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസൊലേഷൻ, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറബിലിറ്റി. ഓക്കെ, ഇനി അത് ഓരോന്നും എന്താ എന്നുള്ളത് നമുക്ക് നോക്കാം. അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ ദ എൻറ്റയർ ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ് അറ്റ് വൺ ഓർ ഡസ് നോട്ട് ഹാപ്പൻ അറ്റ് ഓൾ. അതാണ് അറ്റോമിസിറ്റി. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡാറ്റാബേസ് മസ്റ്റ് ബി കൺസിസ്റ്റന്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ ട്രാൻസാക്ഷൻ. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസൊലേഷൻ. ഇറ്റ് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ ഒക്കർ ഇൻഡിപെൻഡന്റ്ലി വിത്തൗട്ട് ഇന്റർഫറൻസ്. അതാണ് ഐ എന്ന് പറയുന്ന കേസ്. ഡ്യൂറബിലിറ്റി, ദ ചേഞ്ച് ഓഫ് സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ ഒക്കേഴ്സ് ഈവൻ ഇഫ് ദ സിസ്റ്റം ഫെയിലിയർ ഒക്കർ. ഈവൻ ഇഫ് ദി സിസ്റ്റം ഫെയിലിയർ ഒക്കർ. അപ്പോൾ ഇനി ഇത് ഓരോന്നും എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ കേസ് അറ്റോമിസിറ്റി. ട്രാൻസാക്ഷൻ അറ്റോമിസിറ്റി ആയിരിക്കണം. അറ്റോമിസിറ്റി അല്ലെങ്കിൽ ദ ട്രാൻസാക്ഷൻ മസ്റ്റ് ബി അറ്റോമിക്. ഓൾ ദ ട്രാൻസാക്ഷൻ ഷുഡ് ബി കംപ്ലീറ്റഡ് ഓർ നൺ. ഒന്നെങ്കിൽ അത് കംപ്ലീറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് എന്താവണം? അബോർട്ട് ആവണം. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ എന്താവണം? ഓൾ ദ ട്രാൻസാക്ഷൻ മസ്റ്റ് ബി അറ്റോമിക് ആവണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് ഓർ നൺ. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് ആൾ ഓർ നത്തിങ് റൂൾ. ഓൾ ഒന്നെങ്കിൽ ഓൾ അല്ലെങ്കിൽ നത്തിങ് റൂൾ എന്നും കൂടി ഈ അറ്റോമിസിറ്റിനെ പറയാറുണ്ട്. ഇഫ് വൺ പാർട്ട് ഓഫ് ദ ട്രാൻസാക്ഷൻ ഫെയിൽഡ്, ഇപ്പോൾ ഇവിടെ സക്സസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കമ്മിറ്റഡ് സ്റ്റേറ്റ് എന്നുള്ള പ്രോസസ്സിലേക്ക് പോവും. ഇനി ഏതെങ്കിലും ഒരു പാർട്ട് ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ അതുവരെ നടന്ന എല്ലാ പാർട്ടും എന്താവും? ഫെയിലിയർ ആവും. അതാണ് ഈ അറ്റോമിസിറ്റിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, there is no midway, that is transaction do not occurs partially എന്ന് പറയുന്ന ഒരു കേസ് ഇവിടെ ഇല്ല. ഒന്നെങ്കിൽ അവിടെ happen എന്ന് പറയുന്ന കേസായി, അല്ലെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കേസാണ് നടക്കുന്നത്. എന്തെങ്കിലും ഒരു ഫെയിലിയർ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും എന്താവും? ഒരു എൻ്റെ ട്രാൻസാക്ഷനെ അത് ക്യാൻസൽ ആവും. ഇറ്റ് ഇൻവോൾവ്സ് ദീസ് ഫോളോയിങ് ടു ഓപ്പറേഷൻ. രണ്ട് ഓപ്പറേഷൻ ആണ് ഇവിടെ നടക്കുന്നത്, എബോർട്ട് ആൻഡ് കമ്മിറ്റ്. എബോർട്ട് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ aborts, changes made to database are not visible. Then commit ആണെന്നുണ്ടെങ്കിൽ if a transaction commit, changes made are visible. Okay, atomicity also known as all or nothing rule. ഇതിനെ all or nothing rule എന്നും കൂടി പറയാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ T containing of T1 and T2. രണ്ട് ട്രാൻസാക്ഷൻ ആണ് ഉള്ളത്. ട്രാൻസ്ഫർ 100 ഫ്രം അക്കൗണ്ട് എക്സ് ടു അക്കൗണ്ട് വൈ. ഇവിടെ നോക്കുക, ഇവിടെ T1 എന്ന് പറയുന്ന ട്രാൻസാക്ഷനിൽ ആദ്യം അക്കൗണ്ട് എക്സിനെ റീഡ് ചെയ്തു. എക്സിൽ ഉണ്ടായിരുന്ന എമൗണ്ട് 500 ആണ്, വൈയിൽ ഉണ്ടായിരുന്ന എമൗണ്ട് 200 ആണ്. ഇവിടെ ട്രാൻസ്ഫറിംഗ് ആണ്, T1 നിന്ന് T2ലേക്കുള്ള ട്രാൻസ്ഫറിംഗ് ആണ് ഫ്രം അക്കൗണ്ട് എക്സ് ടു വൈ. എക്സിൽ നിന്ന് 100 റുപ്പീസ് എന്തിലേക്ക്? വൈയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അക്കൗണ്ടിനെ റീഡ് ചെയ്തു, അതിൽ നിന്ന് 100 റുപ്പീസിനെ ഡിഡക്ട് ചെയ്തു. ദെൻ റൈറ്റ് ഓഫ് എക്സ്. ആഫ്റ്റർ
എക്സ് ഇവിടെ ഓൾറെഡി 500 ആയിരുന്നു, അത് 400 ആയിട്ട് മാറി. ഇവിടെ എത്തിയപ്പോൾ റീഡ് ഓഫ് വൈ, വൈനെ റീഡ് ചെയ്തു. ഇവിടെ 200 ആയിരുന്നു. y is equal to y plus 1, റൈറ്റ് ഓഫ് y ആൻഡ് y is equal to 300 എന്ന് പറയുന്ന ഓപ്പറേഷൻ ആണ് നടന്നത്, ട്രാൻസാക്ഷൻ ആണ് നടന്നത്. ഇഫ് ദ ട്രാൻസാക്ഷൻ ഫെയിൽസ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് T1, T1ന്റെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി, ബട്ട് ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് T2 എന്താണ് ഫെയിലിയർ ഒക്കർ ചെയ്തു. T1 കംപ്ലീറ്റ് ആയി, പക്ഷെ T2ലേക്ക് T2ന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. ആൻഡ് ആഫ്റ്റർ റൈറ്റ് എക്സ് ബട്ട് ബിഫോർ റൈറ്റ് വൈ, റൈറ്റ് വൈ ചെയ്യുന്നതിന്റെ മുന്നേ അത് ക്യാൻസൽ ആയി. ദെൻ ദ എമൗണ്ട് ഹാസ് ബീൻ ഡിഡക്റ്റഡ് ഫ്രം എക്സ് but do not add it to y. This result is an inconsistent database. Therefore, the transaction must be executed in the entirety in order to ensure the correctness of the database state. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എമൗണ്ട് ഡിഡക്റ്റ് ആയി, പക്ഷെ ആ എമൗണ്ട് ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ എന്താവും, ദ എൻ്റയർ ട്രാൻസാക്ഷൻ വിൽ ബി ഫെയിലിയർ. നമുക്ക് എൻ്റെ ട്രാൻസാക്ഷൻ ഫെയിലിയർ ആയിട്ടാണ് കാണിക്കുക. ഇതാണ് അറ്റോമിസിറ്റി എന്ന് പറയുന്ന പ്രോസസ്സ്. ഇനി കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രാൻസാക്ഷൻ ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റന്റ് ആയിരിക്കണം, അതിൽ ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. ദിസ് മീൻസ് ദ ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ് സോ ദാറ്റ് ദ ഡാറ്റാബേസ് ഈസ് കൺസിസ്റ്റന്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രാൻസാക്ഷൻ. നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന്റെ മുന്നേയും ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും രണ്ടിലും ഒരേ എമൗണ്ട് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഇറ്റ് റെഫേഴ്സ് ദ കറക്റ്റ്നെസ് ഓഫ് എ ഡാറ്റാബേസ്. റെഫറിങ് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ബിഫോർ ട്രാൻസാക്ഷൻ, ഇവിടെ ഈ ഒരു എക്സാമ്പിൾ കേസസ് തന്നെ എടുക്കുക. ബിഫോർ ട്രാൻസാക്ഷൻ എത്രയായിരുന്നു, എക്സിൽ ഉണ്ടായിരുന്നത് 500 ആണ്, വൈയിൽ ഉണ്ടായിരുന്നത് 200 ആണ്. എക്സ് പ്ലസ് വൈ നമുക്ക് എത്ര കിട്ടുക, 700 ആയിരുന്നു ബിഫോർ ട്രാൻസാക്ഷൻ. ഇനി ആഫ്റ്റർ ട്രാൻസാക്ഷൻ ഇത് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ ആഫ്റ്റർ ട്രാൻസാക്ഷൻ എത്രയാണ് വരിക, 400 പ്ലസ് 300 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 700 തന്നെയാണ്. അത് അങ്ങോട്ടും ഓർഡർ ചേഞ്ച് ആയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കണ്ട, അതിന്റെ ടോട്ടൽ എമൗണ്ട് കറക്റ്റ് ആയിട്ട് 700 തന്നെ ആയിരിക്കും. സോ therefore the database is consistent. അങ്ങനെ വരുന്ന സമയത്ത് അത് കൺസിസ്റ്റന്റ് ആണ് എന്ന് നമുക്ക് പറയാം. ഇനി ഇൻകൺസിസ്റ്റൻസി ഒക്കർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഒരു ഫെയിലിയർ നമ്മൾ പറഞ്ഞു T1 ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി, T2 കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, ഫെയിലിയർ ഒക്കർ ചെയ്തിട്ടുണ്ട്, കൺസിസ്റ്റന്റ് ആയില്ല, ഇൻകൺസിസ്റ്റന്റ് ആയി അല്ലെ. അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക, ആസ് എ റിസൾട്ട് T ഈസ് ഇൻകംപ്ലീറ്റ്, അത് ഇൻകംപ്ലീറ്റ് ആയിട്ട് അവിടെ നിൽക്കും. ഓക്കെ, ദിസ് ഇസ് ദി കൺസിസ്റ്റൻസി പ്രോപ്പർട്ടി. ഇനി ഐസൊലേഷൻ. ഐസൊലേഷൻ എന്ന് പറഞ്ഞ ടേം നമ്മളിപ്പോ ഈ ഒരു കൊറോണ സിറ്റുവേഷനിൽ നമ്മൾ ഒരുപാട് കേൾക്കുന്ന ടേമാണ് ഐസൊലേഷൻ അല്ലെ. ഐസൊലേഷൻ വാർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഐസൊലേഷൻ, അതായത് ബാക്കിയുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം ഇല്ലാണ്ടാവുക, അതാണ് ഐസൊലേഷൻ. അല്ലെങ്കിൽ അവരായിട്ടുള്ള പുറത്ത് ഉള്ള ആളുകളുമായിട്ട് ഇൻവിസിബിൾ ആയിട്ട് നിൽക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഐസൊലേഷൻ എന്ന് പറയുന്നത്. ദിസ് പ്രോപ്പർട്ടി എൻഷുവേഴ്സ് ദാറ്റ് ദ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ ക്യാൻ ഒക്കേഴ്സ് കൺകറന്റ്ലി without leading to the inconsistency of a database state. ഡാറ്റാബേസിന്റെ ഇൻകൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഐസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ ആക്ഷൻ പ്രിഫേർഡ് ബൈ ട്രാൻസാക്ഷൻ വിൽ ബി ഐസൊലേറ്റഡ്. നമ്മൾ നടത്തിയിരിക്കുന്ന ആക്ഷൻ അല്ലെങ്കിൽ ഇപ്പൊ എന്ത് ട്രാൻസാക്ഷൻ ആണോ നമ്മൾ നടത്തിയിരിക്കുന്നത് അത് ഇൻവിസിബിൾ ആയിട്ട് നിൽക്കണം. ദാറ്റ് ഈസ് ഹിഡൻ ഫ്രം ഔട്ട്സൈഡ് ദ ട്രാൻസാക്ഷൻ അണ്ടിൽ ഇറ്റ് ടെർമിനേറ്റഡ്. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കമ്മിറ്റ് ആവുന്നത് വരെ, ആ പ്രോസസ്സ് സക്സസ് ആവുന്നത് വരെ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവുന്നത് വരെ, കമ്മിറ്റഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തുന്നത് വരെ ബാക്കിയുള്ളവർക്ക് അതെന്താവാൻ പാടില്ല, വിസിബിൾ ആവാൻ പാടില്ല. ദാറ്റ് ഈസ് ഇൻവിസിബിൾ ആയിട്ട് നിലനിൽക്കണം. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഐസൊലേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കൊറോണ വന്ന ഒരാൾ എന്ത് ചെയ്യും, ഇപ്പോഴത്തെ കേസിലല്ല മുന്നത്തെ കേസിലായിരുന്നെങ്കിൽ കൊറോണ വന്നിരുന്ന ആൾക്കാർ അവർ ഹോം ക്വാറന്റൈൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐസൊലേഷനിലായിരിക്കും ഉണ്ടാവുക. അവരുടെ ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് അവർ റിക്കവർ ആയി എല്ലാം ഓക്കെ ആയതിനു ശേഷം മാത്രം, പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അവർ ബാക്കിയുള്ളവർക്ക് വിസിബിൾ ആവുന്നുള്ളൂ. ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഐസൊലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ട്രാൻസാക്ഷന്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് കംപ്ലീറ്റ് ആവുന്നത് വരെ ബാക്കിയുള്ളവർക്ക് അത് കാണാൻ പാടില്ല.
അങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ഐസൊലേഷൻ എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ ഷുഡ് ബി ഇൻ ഐസൊലേഷൻ. ഇറ്റ് കനോട്ട് ബി വിസിബിൾ ടു ആഫ്റ്റർ ട്രാൻസാക്ഷൻ അണ്ടിൽ ഇറ്റ് കംപ്ലീറ്റഡ്. It cannot show to after it cannot show to other transaction. ബാക്കിയുള്ള ട്രാൻസാക്ഷൻസിന് അത് കാണാൻ പറ്റില്ല. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ രണ്ട് ട്രാൻസാക്ഷൻ ഉണ്ട്, T1 ആൻഡ് T2 എന്ന് പറയുന്ന രണ്ട് ട്രാൻസാക്ഷൻ. ഇവിടെ T1 ഫസ്റ്റ് ഉണ്ടായിരുന്ന എമൗണ്ട് 500 ആണെന്ന് വിചാരിക്കുക, മറ്റേടത്ത് 400 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ റീഡ് ചെയ്തു, ദെൻ അതൊന്നൊരു 100 റുപ്പീസിന് ഡിഡക്ട് ചെയ്തു, അതിനെ റൈറ്റ് ചെയ്തു, അതിനെ വീണ്ടും റീഡ് ചെയ്തു, ദെൻ അതിൽ നിന്ന് വീണ്ടും നമ്മളൊരു 50 റുപ്പീസിനെ എടുത്തു, ദെൻ അതിനെ വീണ്ടും റീഡ് ചെയ്തു. ഇങ്ങനെ നടക്കുന്ന സമയത്തിനിടയിൽ സപ്പോസ് P ഹാസ് എക്സിക്യൂട്ടഡ് ടിൽ റീഡ് Y ആൻഡ് ദെൻ Y റീഡ് ചെയ്യുന്നത് വരെ T എക്സിക്യൂട്ട് ചെയ്തു, ദെൻ T2 സ്റ്റാർട്ട്സ്, ദെൻ T2 എന്നുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ റൈറ്റ് എക്സ് വരെ T1 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം T2 ആണ് എക്സിക്യൂട്ട് ചെയ്തത്. The interleaving of operation takes place due to which T2 reads correct value of X but incorrect value of Y and sum computed by. ഇനി നമ്മളിവിടെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇന്റർലീവ്ഡ് ഫാഷൻ ആവുന്ന സമയത്താണ്. അങ്ങനെ വരുന്ന സമയത്ത് ആസ് എ റിസൾട്ട് ഇന്റർലീവിംഗ് ഓഫ് ഓപ്പറേഷൻ ടേക്സ് പ്ലേസ് ഡ്യൂ ടു വിച്ച് T റീഡ്സ് ദ കറക്റ്റ് വാല്യൂ ഓഫ് X ബട്ട് ഇൻകറക്റ്റ് വാല്യൂ ഓഫ് Y ആൻഡ് സം കമ്പ്യൂട്ട്. ഇവിടെ നമുക്കിപ്പോൾ എത്ര കിട്ടിയിരിക്കുന്നത്? ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന എമൗണ്ട് 500 ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 10 ആണെന്ന് വിചാരിക്കുക. റീഡ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സാമ്പിളിൽ 10 ആയിരുന്നു വിചാരിക്കുക. അപ്പോൾ 10 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 1000 രൂപയായി മാറി അല്ലേ? ദെൻ അതിനെ റൈറ്റ് ചെയ്തു. ഈ എക്സിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം റീഡ് എക്സ് റീഡ് ചെയ്തു. അപ്പോൾ ഇവിടെ കിട്ടിയ എമൗണ്ട് എത്രയാണ്? Y ആണ്. ഓക്കെ, then T2 reads and the corresponding value X but incorrect value of Y. ഇവിടെ Y ന്റെ വാല്യൂ എത്രയാണ് വരിക? റീഡ് ഓഫ് Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ Y ന്റെ ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ടില്ല, അതിന്റെ മുന്നേ ഉണ്ടായിരുന്ന എമൗണ്ട് എത്രയാണോ അതായിരിക്കും ഇവിടെ റീഡ് ചെയ്യുക. ഓക്കെ, ദെൻ T2 എന്ന് പറയുന്ന കേസിൽ X plus Y is equal to ഇവിടെ 50, then 0 plus 500, 50 and 500 എന്നുള്ള കേസ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ T1 ന്റെ കേസിൽ 50, 0 and 450, കാരണം ഇവിടെ ഡിഡക്ഷൻ നടക്കുന്നുണ്ട്, ഈക്വൽ ടു 50 ആൻഡ് 450. ഇത് തമ്മിൽ ഇൻകൺസിസ്റ്റന്റ് ആണ്, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രാൻസാക്ഷൻ രണ്ടും രണ്ട് വാല്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ദിസ് ഇസ് കോൾഡ് ഐസൊലേഷൻ. ഇനി വരുന്നത് ഡ്യൂറബിലിറ്റി എന്ന് പറയുന്ന കേസാണ്. ദിസ് പ്രോപ്പർട്ടി എൻഷുവേഴ്സ് ദാറ്റ് once the transaction has completed the execution, the update and modification to the database are stored in and returned to disk, and they persist even if a system failure occurs. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ all updates done by transaction must be permanent ആവണം. It use the commit statement. നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്മിറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് പെർമനന്റ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. until you change the value in database will not be erased. നമ്മൾ ആ വാല്യൂ ചേഞ്ച് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ എന്താണോ കമ്മിറ്റഡ് സ്റ്റേറ്റിൽ കൊടുത്തത് അത് തന്നെ ആയിരിക്കണം അതിലുണ്ടായിരിക്കുന്ന ഡാറ്റ. എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി അതിലൊന്നും ചെയ്യാൻ പാടില്ല എന്നർത്ഥം. Updations and modifications to the database are stored in and returned to the disk, and they persist even if a system failure occur. System failure occur ചെയ്ത് കഴിഞ്ഞാലും permanent storageൽ യാതൊരു ചേഞ്ചും ഉണ്ടാവാൻ പാടില്ല. These updates now becomes permanent and stored in non-volatile memory, and the effect of the transaction thus are never lost. ഓക്കെ, ഇത് കാരണം നമുക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല? ലോസ് ഓഫ് ഇൻഫോർമേഷൻ ഉണ്ടാവില്ല. The ACID property is totally provides the mechanism to ensure the correctness and the consistency of a database in a way such that each transaction is a group of operations that acts the single unit, and it produces the consistent result, acts in isolation from other operations, and updates that it makes there are durably stored.
ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ആസിഡ് പ്രോപ്പർട്ടി. ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ പെർമനന്റ് സ്റ്റോറേജ് ആണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്.